എന്തിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മാനവരാശി ആദം പാപം ചെയ്ത് ലംഘനത്തിലകപ്പെട്ട് മരണത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ലംഘനം ചെയ്ത പാപം ചെയ്ത ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ അവിടെ ആക്കി. വീണ്ടും അവർ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിച്ചാൽ അവരെ ഒരിക്കലും ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ തൻ്റെ പുത്രനായ യേശുവിനെ കാൽവരിയിൽ യാഗമാക്കി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് കർത്താവ് സാധിപ്പിച്ചു. ആ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ എന്നേക്കും ജീവിക്കുവാൻ, നിത്യതയോളം ജീവിക്കുവാൻ യേശുക്രിസ്തുവിനെ ഈ താണഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ച് നമ്മെ രക്ഷിച്ചെടുത്ത് നരകയാതനയിൽ നിന്ന്, രണ്ടാം മരണമായ നരകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ അവകാശികളാക്കി വെച്ചിരിക്കുക. ആയതുകൊണ്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ പിതാവായ ദൈവം നമ്മളെ അവകാശികളാക്കി വച്ചിരിക്കുന്നു. ഈ യഥാർത്ഥമായ സത്യം നാം തിരിച്ചറിഞ്ഞ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന ദൈവവചനത്തിൻ്റെ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ വന്ന് നാം എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സാധിച്ച് നിത്യജീവനിൽ അവകാശികളായി തീർന്ന് യേശുക്രിസ്തുവിനോട് ഒരുമിച്ച് 1000 വർഷം ഈ ഭൂമിയിൽ വസിക്കുകയും വരുവാനുള്ള നിത്യതയിൽ ദൈവത്തോടുകൂടി എന്നും വസിക്കുവാൻ കാരണമായി തീരേണ്ടതിന് നാം രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിൻ്റെ നരകയാതനയിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. മരണമെന്ന് പറയുന്നത് നിത്യമരണമാണ്. ആ നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നാം കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടി എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരുത്തേണ്ടതിന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ ദൈവവചനപ്രകാരം എന്നേക്കും ജീവിക്കുന്ന നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.